نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു നിർദ്ദേശിച്ച കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് വിട്ടുനിൽക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് സ്വർഗത്തിലെത്താൻ അതിയായി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ കുറെ കൂടി സുന്ദരമാക്കാൻ ശ്രമിക്കണം എന്ന് ആദ്യം എന്നെയും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്. വിശ്വാസികളായ ആളുകൾ മുഴുവനും അവരുടെ ജീവിതം നന്നാക്കിയെടുക്കുന്നതും വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതും അവരുടെ മുമ്പിൽ വലിയൊരു പ്രതീക്ഷയുള്ളതുകൊണ്ടാണ്. അവർ തോന്നിയാസികളായി പോവാതിരിക്കുന്നത്, അവർ വഞ്ചകരും ചതിയന്മാരുമല്ലാതെയാകുന്നത്, അവർ വലിയ തീവ്രവാദികളോ അതുപോലെയുള്ള അക്രമികളോ ആകാതിരിക്കുന്നത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിശ്ചയിച്ചു വെച്ച ഒരു സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുള്ളതുകൊണ്ടാണ്. ആ സ്വർഗത്തെക്കുറിച്ചുള്ള ആഗ്രഹവും തേട്ടവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനവുമാണ് നമ്മിൽ നിന്ന് സൽക്കർമ്മങ്ങൾ തുടരെ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഒരു പ്രതീക്ഷയില്ലെങ്കിൽ, അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ലെങ്കിൽ, പിന്നെ നമ്മളിങ്ങനെ ജീവിക്കുന്നത് ഒരു പക്ഷേ മണ്ടത്തരമായി പോകും. അതില്ലാത്തവർ നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത് പൊട്ട പോയത്തക്കാരെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഒരു കാരണവശാലും അതിൽ മാന്യം സംഭവിച്ചുകൂടാ, പിന്നോട്ട് പോയിക്കൂടാ. അങ്ങനെയുള്ള ഒരു സ്വർഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാനും നരകത്തെക്കുറിച്ച് പേടിപ്പിക്കുവാനും തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂതന്മാരെ പറഞ്ഞയച്ചത്. അവരുടെ ഡ്യൂട്ടി അതായിരുന്നു മുബശ്ശിരീൻ വ മുദ്ദിരീൻ. മുബശ്ശിറുകളായിരുന്നു അവർ, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവർ. അതുകൊണ്ട് ആരാണ് ഈ സ്വർഗത്തിൽ പോവുക എന്നതാണ് ഇപ്പോൾ ഒരു വലിയ ചർച്ച. ആരൊക്കെയായിരിക്കും സ്വർഗത്തിലുണ്ടാവുക? സ്വർഗത്തിലുണ്ടാവണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യത്തിൽ പോലും നമുക്ക് ഉറപ്പില്ല. സ്വർഗത്തിൽ ഇന്ന ആളുകളൊക്കെയാണ് ഉള്ളത്, സ്വർഗത്തിൽ ഇന്ന ആളുകളൊന്നുമില്ല, അങ്ങനെ പറയാൻ ഇസ്ലാം ആരെയും ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ മതം ദൈവത്തിങ്കൽ പരിഗണനീയമായിട്ടുള്ളത് പടച്ചതമ്പുരാന്റെ പക്കൽ നമ്മുടെ കാനേശുമാരി കണക്കല്ല, വർഗീയതയുമല്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് സത്യവിശ്വാസവും സൽക്കർമ്മവുമാണ്, ഈമാനും ആമാലും സാലിഹാത്തുമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അഅ്മാലു സാലിഹാത്തുകളും കറകളഞ്ഞ ഈമാനുമായി തൗഹീദുമായി ആരൊക്കെ അള്ളാഹുവിന് മുമ്പിൽ ചെന്ന് നിൽക്കുന്നുവോ, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു രൂപം, അവർക്ക് അള്ളാഹു സ്വർഗം നൽകും. അവർ ജനിച്ചത് എവിടെയാണെന്നോ
ആരുടെ മകനായിട്ടാണെന്നോ ഏത് ഭാഷ സംസാരിക്കുന്നവരാണെന്നോ അവരുടെ മാതാപിതാക്കൾ ഏത് ജാതിയിൽപ്പെട്ടവരായിരുന്നുവെന്നോ മതത്തിൽപ്പെട്ടവരായിരുന്നോ എന്നല്ല നോട്ടം എന്ന് കൃത്യമായി വിശ്വാസികളായ ആളുകളെ ബോധ്യപ്പെടുത്തുന്നു. ഞാൻ ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായത്തിലെ 22-ാമത്തതാണ്. വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമ അവലംബിക്കാൻ കഴിയുന്ന ആളുകൾ. ക്ഷമ അവലംബിക്കണം. ഈ ദുനിയാവിൽ വിശ്വാസികളല്ലാത്ത ആളുകൾ സുഖലോലുപന്മാരായി ആഡംബരത്തോടുകൂടി സുഖിച്ച് ആഹ്ലാദിച്ച് ജീവിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒന്നും വിട്ടുനിന്ന് ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പകരം എനിക്ക് ഇവിടെ ക്ഷമിച്ചാൽ എനിക്ക് പരലോകത്ത് സ്വർഗമുണ്ട് എന്ന് കരുതി ക്ഷമിക്കുന്ന ആളുകൾ. നമസ്കാരം കൃത്യമായി നിലനിർത്തുകയും പരസ്യമായും രഹസ്യമായും അള്ളാഹു നൽകിയ വിഭവങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നവർ. തിന്മയെ നന്മ കൊണ്ട് തടയുന്നവർ. അവർക്കുള്ളതാകുന്നു ഈ അനശ്വര ഗേഹം, സ്വർഗലോകം അവർക്കുള്ളതാകുന്നു. അതാണ് അവിടെ എത്താനുള്ള ഒരേ ഒരു ക്വാളിഫിക്കേഷൻ. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഐഹിക ജീവിതത്തെ ദൈവപ്രീതിക്ക് വേണ്ടി ക്രമപ്പെടുത്തി വെക്കാൻ സാധിക്കുന്ന ആളുകൾ ആരായാലും അവർക്ക് സ്വർഗം കിട്ടും. സന്മാർഗത്തിലൂടെ ജീവിച്ചുകൊണ്ട് വേണം സ്വർഗാവകാശിയായി തീരാൻ. ഹിദായത്തിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ട് വേണം ആകാൻ എന്ന് മനസ്സിലാക്കണം. അതിനാണ് ഹിദായത്ത് എന്ന് നമ്മൾ അറബിയിൽ പറയാം. ഈ ഹിദായത്ത് ലഭിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആരുടെ മക്കളായാലും, നൂഹ് നബിയുടെ മകൻ, ഭാര്യ ലൂത്ത് നബിയുടെ ഭാര്യ, ഇബ്രാഹിം നബിയുടെ പിതാവ്, ഇതൊക്കെ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചെന്താ? അവരൊക്കെ അമ്പിയാക്കന്മാരുടെ ഇണകളായിട്ടും അമ്പിയാക്കന്മാരുടെ പിതാവായിട്ടും ഒരു നബിയുടെ മകനായിട്ട് പോലും അതൊന്നും സ്വർഗലബ്ധിക്ക് ഹേതുവായില്ല എന്നാണല്ലോ. അപ്പം ഞങ്ങൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്, ഇന്നയാളാണ് എന്നതുകൊണ്ട് അവകാശവാദം കൊണ്ട് സ്വർഗലോകത്തേക്ക് കടന്നു കയറാൻ കഴിയില്ല. നരകാവകാശിയായ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നു ഫറോവയെ വിശുദ്ധ ഖുർആൻ. എന്നാൽ സ്വർഗലോകത്തെ സ്ത്രീകളുടെ കൂട്ടത്തിലെ 2 പേരെ പേരെടുത്ത് പറഞ്ഞ് പുകഴ്ത്തി പറയുമ്പോ അതിൽ ഈ ഫിർഔനിന്റെ ഭാര്യയാണുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ എവിടെ ജീവിച്ചാലും ശരി, എങ്ങനെ ജീവിച്ചാലും ശരി സ്വർഗത്തിലെത്താൻ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അള്ളാഹുവിനുള്ള വിശ്വാസവും അഅ്മാലു സാലിഹാത്തും ഹിദായത്ത് പ്രവാചകന്മാർ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ മുമ്പോട്ട് പോകലുമാണ്. സന്മാർഗത്തിന്റെ മാനദണ്ഡം ഒരിക്കലും സാമുദായികമല്ലത്. ഞങ്ങളുടെ സമുദായം മാത്രമേ സ്വർഗത്തിലെത്തൂ എന്ന് പറഞ്ഞവരെ ഖുർആൻ തിരുത്തുന്നുണ്ട്. ഒരു വിഭാഗം അവർ ആ ഗ്രൂപ്പിൽ പെട്ടുപോയത് കൊണ്ട് സ്വർഗത്തിലേ എത്തില്ലെന്ന് നസ്രാണികൾ അങ്ങോട്ടും അതുപോലെ തന്നെ ജൂതന്മാർ ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറഞ്ഞിരുന്നു. ലൈസു സവാ, വേദവിശ്വാസികൾ എല്ലാവരും ഒരുപോലെയാണ് നിങ്ങൾ കരുതരുത്. ഖുർആൻ തിരുത്തി. മിൻ അഹ്ലിൽ കിതാബി, വേദം നൽകപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലുണ്ട് ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാത്തില്ലാഹി ആനാഅൽ ലൈൽ വഹും യസ്ജുദൂൻ, സന്മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകളുണ്ടതിൽ. അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളെ വായിച്ചുകൊണ്ട് രാത്രിയിൽ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന, സാഷ്ടാംഗം ചെയ്യുന്ന ആളുകൾ അക്കൂട്ടത്തിലുണ്ട്. സ്വർഗാവകാശികളായ ആളുകൾ അതിലുണ്ട്, പേച്ചു പോയവരും അതിലുണ്ട്. എല്ലാവരെയും നിങ്ങൾ ഒരുപോലെ കാണേണ്ടതില്ല. ആരാണ് ഈ അഹ്ലു കിതാബ്? വേദഗ്രന്ഥം നേരത്തെ നൽകപ്പെട്ട തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ആളുകൾ. അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിൽ ചിലരെ കുറിച്ച്, എല്ലാവരെയും കുറിച്ചുമല്ല. ഉലൈക യുതൗന അജ്റഹും മർറതൈൻ, അവർക്ക് 2 തവണയാണ് കൂലി കിട്ടുന്നത്. ഇരട്ട പ്രതിഫലത്തിന് ഉടമസ്ഥരാണവർ. ആ ഇരട്ട പ്രതിഫലം അവർക്ക് കിട്ടാൻ എന്താണ് കാരണം എന്നറിയോ? അവർക്ക് മുമ്പിറങ്ങിയ ദൂതന്മാർ അവർക്ക് ഓതിക്കൊടുത്ത വേദഗ്രന്ഥങ്ങളിലുള്ള നിയമങ്ങൾ അവർ അനുസരിച്ചു. ദൈവികമായ നിയമങ്ങളാണ് എന്നതുകൊണ്ട് അവർക്ക് അപ്പോഴേ അവർ കൂലിക്ക് ഉടമസ്ഥരാണ്. പിന്നീട് പ്രവാചക തിരുമേനി വന്നതിന് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതിക്കൊടുത്ത വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും അവർ ജീവിതത്തിൽ പാലിച്ചു.
അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു ഉലൈക യുതൗന അജ്റഹും മറത്തൈനി ബിമാ സബറു വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. നേരത്തെ കേട്ട അതേ പദപ്രയോഗങ്ങൾ. അവർക്ക് അള്ളാഹു നൽകിയ വിഭവങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. അവർ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുന്ന കൂട്ടത്തിലുമായിരുന്നു എന്ന്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ കിതാബ് നമ്മളെ പരിചയപ്പെടുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളും, അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് നമസ്കരിച്ചു പോകുന്ന മുഴുവൻ ആളുകളും, ഈദ്ഗാഹിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും സ്വർഗത്തിലാണ് എന്നല്ല അള്ളാഹുവിന്റെ മതം പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ മതം പറയുന്ന ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന് വിശ്വാസികൾ ഭീതിയോടുകൂടി, അങ്ങേയറ്റത്തെ പേടിയോടുകൂടി സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകൾ വല്ലാത്ത നെഞ്ചിടിപ്പോടുകൂടിയാണ് ഈ ആയത്ത് പാരായണം ചെയ്യുന്നത്. മുനാഫിഖായി പോവരുതേ എന്ന വല്ലാത്തൊരു തേട്ടമാണ് വിശ്വാസികളുടെ മനസ്സിൽ നിന്നുണ്ടാവാറ്. പ്രവാചക തിരുമേനി മദീനയിൽ ജീവിച്ച ഇക്കൂട്ടരെ കുറിച്ച് ഒരു സഹാബിക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ആ സഹാബിയെ കിബാറു സഹാബ അവർ മരിക്കുന്നത് വരെ പിന്നാലെ കൂടിയിട്ട് എന്റെ പേരതിലുണ്ടോ എന്ന് ചോദിച്ചു വന്നു. ഇബ്നു സുലൈഖ് ഉദ്ധരിക്കുന്ന ഹദീസിൽ 40-ലേറെ സഹാബത്തിന് പരിചയമുണ്ടെനിക്ക്. കുല്ലുഹും യഖാഫൂന മിനൻ നിഫാഖ്, അവരെല്ലാം മുനാഫിഖാണോ ഞാൻ എന്ന് ഭയപ്പെട്ട ആളായിരുന്നു എന്ന്. നാഫഖ ഹൻളല യാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് ഹൻളല റളിയല്ലാഹു തആല അൻഹു മദീനത്തെ തെരുവിലൂടെ ഇങ്ങനെ ഓരോ മാനസിക വിഭ്രാന്തി പിടിച്ചവനെ പോലെ ഓടിയത് ചരിത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങളും വായിച്ചെടുത്തിട്ടുണ്ട്. വിശ്വാസികൾ പേടിക്കുന്ന ഒരു സംഗതി നിഫാഖ് കടന്നുകൂടുമോ ഞങ്ങളുടെ ജീവിതത്തിൽ എന്നതാണ്. എന്താണ് ഈ നിഫാഖ് എന്ന് പറഞ്ഞാൽ? കാപട്യം എന്നാണ് അതിന്റെ മലയാളം. കാപട്യം, പുറമെ മുസ്ലിമായി ജീവിക്കുകയും മുസ്ലിം ഇസ്ലാമിക് സൊസൈറ്റിക്കകത്ത് ജീവിക്കുകയും എന്നാൽ നെഞ്ചകത്ത് വിശ്വാസമില്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ വിശുദ്ധ ഖുർആൻ വിളിച്ച പേരാണത്. ആ ആളുകൾ നരകത്തിലെ ഏറ്റവും രൂക്ഷമായ ശിക്ഷയേതോ അതാണ് അനുഭവിക്കേണ്ടി വരിക എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. സാമുദായികമല്ല ആ സുഖലോക സ്വർഗം എന്നത് വിവരമില്ലാത്ത ആളുകൾ നന്നായി പഠിക്കേണ്ടതുണ്ട്. മറ്റു സമുദായങ്ങളിലെ സ്വർഗാവകാശികൾ സന്മാർഗത്തെ ശരിയായി മനസ്സിലാക്കുന്നതോടുകൂടി അന്യ സമുദായക്കാരായ ആളുകളും സ്വർഗത്തിലേക്ക് കടന്നു വരുന്നു എന്നാണ് ഞാൻ ഓതിവെച്ച ആയത്തിൽ ഇരട്ട പ്രതിഫലത്തിന് ഉടമസ്ഥർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നല്ലോ. ചുരുക്കത്തിൽ പാരമ്പര്യമായി കിട്ടാവുന്ന ഒരു ഇടമല്ല സ്വർഗം. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെയാണോ അള്ളാഹുവിന്റെ ദർശനത്തെ ഹിദായത്തിലൂടെ നടന്നു പോകുന്നത് അവർക്കുള്ളതാണെന്ന്. സ്വന്തം സമുദായത്തിൽപ്പെട്ടവരാണ് സ്വർഗാവകാശികൾ എന്ന് പറഞ്ഞുപോയ ആളുകളുണ്ട്. ആളുകളെ ഇന്നല്ലദീന ആമനൂ വല്ലദീന ആദൂ വന്നസാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞ് ശരി എന്താണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സത്യവിശ്വാസം സ്വീകരിച്ചവർ, അല്ലെങ്കിൽ യഹൂദർ, അല്ലെങ്കിൽ ക്രൈസ്തവർ, അല്ലെങ്കിൽ സാബികൾ, ആരുമാവട്ടെ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിൽ കൃത്യമായി വിശ്വസിക്കണം. അല്ലാഹുവിൽ കൃത്യമായി വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കണം. വിശ്വാസിയാണ് എന്ന് അങ്ങനെ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. കൃത്യമായി വിശ്വസിച്ചതിനനുസരിച്ച് അമൽ ചെയ്യണം. ആഖിറത്തിൽ വിശ്വസിക്കണം. പരലോകം എന്നൊന്നുണ്ട് എന്ന് വിശ്വസിക്കണം. എന്നിട്ട് അഅ്മാലു സ്വാലിഹാത്തുകൾ ചെയ്യുകയും വേണം. ഇക്കൂട്ടർക്ക് എല്ലാവർക്കും, അവരെ ആരായാലും ശരി, അവർക്ക് അള്ളാഹു സ്വർഗം നൽകും എന്നാണ് അള്ളാഹുവിന്റെ കിതാബ് പറയുന്നത്. അള്ളാഹു ഒരിക്കലും ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ ആളല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരുടെയും ദൈവമാണ്, സൃഷ്ടാവാണ്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ എന്ന് വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം ആരംഭത്തിൽ 1-ാമത്തെ ആയത്തിൽ കാണാം. എല്ലാവരെയും പടച്ചത് നാമാണ്. അല്ലാഹു പറയുന്നു, നിങ്ങളിൽ ആണും പെണ്ണും ഉണ്ടാക്കിയത് നമ്മളാണ്. നിങ്ങളിൽ ഈ കുടുംബ ബന്ധങ്ങളും അതുപോലെയുള്ള ചേർക്കേണ്ട ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയതും നമ്മളാണ്. നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും രക്ഷിതാവ് ഞാൻ തന്നെയാണ് എന്ന് അല്ലാഹു പറയുന്നു. മറ്റൊരു ഭാഗത്ത് ഖുർആൻ പറഞ്ഞു, മുമ്പ് എല്ലാവരും ഒരേ സമുദായമായിരുന്നു. പിന്നീട് നിങ്ങൾക്കിടയിൽ നിങ്ങളുണ്ടാക്കുന്ന ഇഖ്തിലാഫുകളാണിത്, നിങ്ങളുണ്ടാക്കിയതാണിത്.
അള്ളാഹു പറഞ്ഞയച്ച അമ്പിയാക്കന്മാര് കടന്നു പോവാത്ത ഒരൊറ്റ സമുദായവുമില്ല, സമൂഹവുമില്ല. ആ അമ്പിയാക്കന്മാരൊക്കെയും പഠിപ്പിച്ചത് സ്വർഗത്തിലേക്ക് പോകാനുള്ള ജീവിത സരണിയാണ്, തർക്കമില്ല. അവർ മരിച്ചു പോകുമ്പോ നിങ്ങളാണ് പിന്നീട് വേറെ വേറെ അവരുടെ ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ മാറ്റി പറിച്ചിട്ട് മറ്റുള്ള കോലങ്ങളാക്കി മാറ്റിയത്. അതിനവർ കുറ്റക്കാരല്ല, നിങ്ങളാണ്. പിന്നീട് അവർ ഇങ്ങനെ അഭിപ്രായാന്തരങ്ങൾ ഉണ്ടായിപ്പോയതാണ്. ദൈവിക സന്മാർഗം തെരഞ്ഞെടുത്ത നല്ലവരായിരുന്നു എല്ലാവരും എന്നാണ് അള്ളാഹു പറയുന്നത്. നമ്മൾ തന്നെയും വിഭിന്ന കക്ഷികളും ചേരികളുമായി വഴക്കിടുന്നതും മറ്റുള്ള സംഗതികളിലേക്ക് ഇങ്ങനെ തർക്കിച്ചു പോകുന്നതും എന്തുകൊണ്ടാണ്? നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇഖ്തിലാഫ് കാരണമല്ലേ? കൂടുതൽ പഠിക്കാതെ കൂടുതൽ ആലോചിക്കാതെ വേണ്ടത്ര ദീനിന്റെ സോഴ്സുകളിലേക്ക് മടങ്ങിപ്പോവാതെ ഒരു വൈകാരിക തള്ളിച്ചയുടെ പേരിൽ കാണിക്കുന്ന ആവേശമാണ് ഇന്നും നമുക്കിടയിൽ പോലുമുള്ള അഭിപ്രായാന്തരങ്ങൾ എന്നത് മനസ്സിലാക്കാൻ എളുപ്പമല്ലേ? പ്രയാസമില്ലല്ലോ. അപ്പൊ പിന്നെ പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഈ അഭിപ്രായാന്തരങ്ങൾ കക്ഷിത്വങ്ങളായും വിവിധ മതങ്ങളായും രൂപാന്തരപ്പെട്ടത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം? അങ്ങനെയാണ് ഈ സംഗതികളൊക്കെ ഉണ്ടായി പോകുന്നത് എന്നാണ്. ജന്നാത്തു അദിൽ, സുഖലോക സ്വർഗം. ആരാണ് അവിടെ ഉണ്ടാവുക? യദ്ഖുലൂനഹ, ആ സ്വർഗത്തിൽ കടക്കുന്നവർ. വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായിക യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. ആരാണ് ഉണ്ടാവുക? നിത്യവാസത്തിന്റെ ഈ സ്വർഗീയ ആരാമങ്ങൾ, അതിൽ നല്ലവരായ അവരുടെ മാതാപിതാക്കളും ഇണകളും സന്താനങ്ങളും പ്രവേശിക്കും. ഒരു കാര്യം വ്യക്തമാക്കി പറയുന്നുണ്ട് അല്ലാഹു. സ്വർഗാവകാശികളുടെ മാതാപിതാക്കളായതുകൊണ്ടല്ല, സ്വർഗാവകാശികളുടെ ഇണകളായതുകൊണ്ടല്ല, സ്വർഗാവകാശികളുടെ സന്താനങ്ങളുമായതുകൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ട്? നല്ലവരായതുകൊണ്ട്. മൻ സ്വലഹ, സ്വാലിഹീങ്ങളായതുകൊണ്ട്. വാപ്പ സ്വാലിഹാണെങ്കിൽ വാപ്പയാണ് സ്വർഗത്തിലെത്തുക. മകൻ സ്വർഗത്തിലെത്തണമെങ്കിൽ മകൻ സ്വാലിഹാവുക തന്നെ വേണം. ഭർത്താവ് സ്വാലിഹെങ്കിൽ ഭർത്താവ് സ്വർഗത്തിലെത്തും. ഭാര്യ അങ്ങനെ അല്ലെങ്കിൽ ഭാര്യ സ്വർഗത്തിലെത്തില്ല. ഭാര്യ സ്വാലിഹത്താണെങ്കിൽ ഭാര്യ സ്വർഗത്തിലുണ്ടാവും. ഭർത്താവ് അങ്ങനെയല്ലെങ്കിൽ ഭർത്താവ് അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സാധ്യതകൾ കൃത്യമായി പഠിക്കണം. ഒരു ഓളത്തിന്റെ പിന്നാലെ നിൽക്കുകയും ഒരു ആരവത്തിന്റെ പിന്നാലെ പോവുകയും തീർത്തും ഒരു സാമുദായിക സ്പിരിറ്റോട് കൂടി ജീവിച്ചു പോവുകയും ചെയ്താൽ സ്വർഗത്തിലെത്താമെന്ന വ്യാമോഹം കളയണം. അവനവന്റെ വിശ്വാസം ശരിയാണോ എന്ന് പരിശോധിക്കണം. നിൽക്കുന്നത് ശരിയിൽ തന്നെയാണോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. ഇതാണ് മറ്റൊരു ഭാഷയിൽ മത്തായി സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിൽ 21 ബൈബിൾ നമ്മളോട് പച്ചമലയാളത്തിൽ പറഞ്ഞു തരുന്നത്. എന്താണെന്നറിയോ? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഇതാണ് ഈസാ നബി പറഞ്ഞു വെച്ചു പോയത് എന്ന് ഒരുപാട് കൈക്രിയകൾ നടന്ന ബൈബിളിൽ ഇപ്പോഴും നമുക്ക് വായിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് നമ്മൾ എന്താണെന്നോ, നമ്മള് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന അല്ലാഹു റബ്ബനാ പടച്ചതമ്പുരാനെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം. ആ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യവുമാണ്. ഒന്നോർത്തോളൂ, വളരെ ഈസിയായി കയറി ചെന്നിരിക്കാൻ പറ്റാവുന്ന ഒരു സ്ഥലത്തിന്റെ പേരല്ല സ്വർഗമെന്നത്. അത് നന്നായി അഅ്മാലു സ്വാലിഹാത്തുകൾ വിശ്വാസം ഉറപ്പിച്ചതിന് ശേഷം ചെയ്ത് ശ്രമകരമായി കയറി ചെല്ലേണ്ട ഇടത്തിന്റെ പേരാണ്. നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകുന്നുണ്ട്. അവരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഈ സ്വർഗത്തെ ഇടിച്ചു താഴ്ത്തുന്ന പരിപാടികൾ ചിലരിൽ നിന്നൊക്കെ കാണുന്നുണ്ട്. അത് ശരിയല്ല. എല്ലാം ശരിയാണ്, എങ്ങനെ പോയാലും ശരിയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ എല്ലാം ശരിയാണെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? എല്ലാ തെറ്റും ശരിയാണെന്ന് സമ്മതിക്കല്ലേ? എല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ പിന്നെ തെറ്റെവിടെ? തെറ്റ് എന്നൊന്നുണ്ടാകുമോ? എല്ലാ തെറ്റിനെയും ന്യായീകരിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഉദാഹരണം, മദ്യപാനം ശരിയാണോ എന്നൊരു ക്വസ്റ്റ്യൻ ഇടുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ.
കുറച്ചാൾക്കാർ പറയുന്നു ശരിയാണോ എന്ന് ചോദിക്കുക, ശരിയാണ്. വേറെ ചില ആളുകൾ പറയുന്നു അല്ല, തെറ്റാണത്. മൂന്നാമതൊരു കൂട്ടർ പറയുന്നു മദ്യപിക്കുന്നതും മദ്യപിക്കാതിരിക്കുന്നതും ശരിയാണ് എന്ന് പറഞ്ഞാൽ എന്താ ശരി? മദ്യപിക്കുന്നതും ശരിയാണ്, മദ്യപിക്കാതിരിക്കുന്നതും ശരിയാണ്. മദ്യപാനം എന്ന ഒരു വലിയ തെറ്റിനെ ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഇതന്നെയാണ് മോഷണം. മോഷണം തെറ്റാണ്, അതൊരു നിലപാടാണ്. മോഷണം ശരിയാണ്, അത് മറ്റൊരു നിലപാടാണ്. മൂന്നാമത്തെ നിലപാട് എന്താ? മോഷ്ടിക്കുന്നതും മോഷ്ടിക്കാതിരിക്കുന്നതും ശരിയാണ്. ഇനി വ്യഭിചാരത്തെ വെച്ച് നോക്കുമ്പോഴവിടെ വ്യഭിചരിക്കുന്നതും വ്യഭിചരിക്കാതിരിക്കുന്നതും ശരിയാണ്. അതൊരു നിലപാടാണോ? നിലപാടില്ലായ്മ എന്നല്ലേ പറയേണ്ടത്? നിലപാടില്ലായ്മയാണത്. എല്ലാം ശരിയാണെന്നത് നിലപാടില്ലായ്മയാണ്. അത് കേൾക്കുമ്പോൾ ഒരു നല്ലൊരു ഒരു ചൊറുക്കൊക്കെ ഉണ്ടാവും. ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയാം. വിശ്വാസികളുടെ ഏറ്റവും വലിയൊരു തിണ്ണബലം അവരുടെ നിലപാടാണ്. ആ നിലപാട് തറയിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് മുസ്ലിം ആവാനാവുക. ശരിയേത് തെറ്റേത് എന്നിടത്ത് കൃത്യമായ ഉത്തരമുണ്ടാവണം. സർവമത സത്യവാദക്കാരനായ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചൊരു കഥ പറയാറുണ്ട്. അയാൾ പറഞ്ഞത്രേ, താൻ പറയുന്നത് മാത്രമാണ് ശരി എന്നൊരാൾ ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾ പരമവിഡ്ഢിയാണ്. അതാണ് മൂപ്പരുടെ പ്രസ്താവന. ഭയങ്കര കട്ടി കൂട്ടിയിട്ട് ആൾക്കാർക്ക് പറയാൻ കഴിയും അയാൾ പരമവിഡ്ഢിയാണ്. അപ്പൊ ഒരു വിദ്യാർത്ഥി എണീറ്റ് ചോദിച്ചു, സർ, താങ്കൾ പറയുന്ന ഈ അഭിപ്രായത്തിൽ താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ അയാൾ മിണ്ടിയിട്ടില്ലെന്ന്. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പറയുന്നെ തൊണ്ട ഉരുട്ടിയിട്ട് ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയാം. അവനവൻ മനസ്സിലാക്കിയ ശരിയും അവനവൻ മനസ്സിലാക്കിയ തെറ്റുമുണ്ടാകും. ശരിയാണെന്ന് മനസ്സിലാക്കിയവർ അത് ശരിയാണെന്ന് വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നു. തെറ്റാണെന്ന് മനസ്സിലാക്കിയവർ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ മനുഷ്യനാവൂ. അതാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാം ശരിയാണെന്ന് വാദിക്കുക ഒരു വലിയ സർവമത സത്യവാദം പറയുന്ന ആരെങ്കിലും ഒരാൾ സർവ പാർട്ടി സത്യവാദം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മതത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രം സർവമത സത്യവാദം പറയുന്ന ആളുകൾ എന്താ ഈ തൊണ്ടയുരുട്ടിയിട്ട് സർവ പാർട്ടി സത്യവാദത്തെ കുറിച്ച് മിണ്ടാത്തത്? ഓരോരുത്തരുടെ താല്പര്യമാണ്. ആ താല്പര്യത്തിന് ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു എന്നതിലാണ് നമുക്ക് സങ്കടമുള്ളത്. അങ്ങനെ ഉപയോഗിക്കരുതേ എന്നാണ് നമുക്ക് വിനീതമായി അത്തരം ആളുകളോടൊക്കെ ആവശ്യപ്പെടാനുമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീൻ എന്താണോ പറയുന്നത് അതിൽ കൃത്യമായി ഉറച്ചു നിൽക്കുന്ന നല്ല വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാ വൽ അഖ്വാത്ത് ഉസീകും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് സുഖലോക സ്വർഗത്തിലെത്താൻ കഠിനമായി അധ്വാനിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഒരിക്കൽ കൂടി ഉത്ബോധിപ്പിക്കുകയാണ്. സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. അതിൽ മറ്റുള്ള ആളുകൾ പറയുന്ന പോലെ ഒരു മിഥ്യയൊന്നുമല്ല. ഇതിലൊന്നും വിശ്വസിക്കാത്ത ആളുകളും പ്രത്യയശാസ്ത്രങ്ങളുമാണ് അതിനെ കളിയാക്കുന്നത്. വിശുദ്ധ ഖുർആൻ സ്വർഗത്തിൽ ആരാണുണ്ടാവുക എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ഉലൈക അസ്ഹാബുൽ ജന്നത്തി ഹും ഫീഹാ ഖാലിദൂൻ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറ 2-ാം അധ്യായത്തിൽ 82-ാമത്തെ വാക്ക്. ഇത് ബൈഹാത്തുള്ളവരാണ് ഇതിക്ക് പേരും. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. ഈമാൻ ഉണ്ടാകണം, അഅ്മാലു സ്വാലിഹാത്തുകളും ഉണ്ടാവണം. അവരാണ് സ്വർഗത്തിൻ്റെ ഉടയവർ. അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗത്തിൽ ശാശ്വതവാസികളാണ്, അവിടെ സ്ഥിരതാമസക്കാരാണ്. 3-ാം അധ്യായത്തിൽ 85-ലെത്തുമ്പം അള്ളാഹു നമ്മൾ മറ്റൊരു കാര്യം പഠിപ്പിച്ചു. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു ഫഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. കൃത്യമായി പറഞ്ഞു അള്ളാഹുവിന്റെ കിതാബ്.
ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയാണ്. ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയാണ് ഈ ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ലോക നിയന്താവായ തമ്പുരാൻ മനുഷ്യന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിക്കോ യുക്തിക്കോ ഈ നല്ലതേത് ചീത്തയേത് എന്ന് നേരത്തെ പറഞ്ഞ പോലെ തീരുമാനിക്കാനാവില്ല. അവർ പലതും പറയും. ചിലപ്പോൾ പറയും എല്ലാം തെറ്റാണ്, ചിലപ്പോൾ പറയും എല്ലാം ശരിയാണ്. അവർക്ക് വിവേചിച്ചറിയാനാവില്ല. ഒരു കാര്യം ഇന്നയാളിൽ ചെയ്യുമ്പോൾ അത് പുണ്യമാകുന്നത് എങ്ങനെ, അത് മറ്റവളിൽ ചെയ്യുമ്പോൾ പാപമാകുന്നത് എങ്ങനെ അവർക്ക് മനസ്സിലാക്കാനാവില്ല. അതുകൊണ്ട് ദൈവം തമ്പുരാൻ അവർക്ക് സുന്ദരമായി, സ്വസ്ഥമായി, സമാധാനപൂർവമായി ദുനിയാവിൽ ജീവിക്കുവാനും അതിലേറെ സമാധാനത്തോടു കൂടി പരലോകത്ത് ജീവിക്കുവാനും ആവശ്യമായ ചില നിർദ്ദേശങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ആ അയച്ചു തന്ന നിർദ്ദേശങ്ങളാണ് വേദഗ്രന്ഥങ്ങൾക്കകത്തുള്ളത്. ആ വേദഗ്രന്ഥങ്ങളിൽ പറയുന്ന പോലെ ജീവിച്ച് മുമ്പോട്ട് പോകുന്നതിന്റെ പേരാണ് ഇസ്ലാം. അയാളുടെ പേരെന്തായാലും എന്ന് വിശ്വാസി സമൂഹത്തോട് അള്ളാഹുവിന്റെ കിതാബ് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ആമീനൂ എന്ന് വിശുദ്ധ ഖുർആൻ അവരോട് പിന്നെയും പറയുന്നുണ്ട്. വിശ്വാസികളെ, നിങ്ങൾ ശരിക്കും വിശ്വാസികൾ തന്നെയാവണം കേട്ടോ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ പൂർണ്ണമായി മുസ്ലിം ആവണമെന്ന്. മുസ്ലിം എന്നതൊരു ജാതി പേരല്ല. ദൈവം തമ്പുരാന്റെ ആജ്ഞകൾക്കനുസരിച്ച് ജീവിച്ചു പോകുന്ന ആരുടെയും പേരാണത്. അതിനോട് അറപ്പ് കാണിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ജീവിത സരണിയെ പുൽകാൻ തയ്യാറല്ലാത്ത ആളുകൾ, അതാണ് ഇസ്ലാം എന്ന് വിശ്വസിക്കാത്തവർ, അത് വേണ്ടെന്ന് പറയുന്നവർ, അവരിൽ നിന്ന് ഒരു കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുകയില്ല. അവർ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്, ശരിയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എമ്പാടും ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അള്ളാഹു അത് സൽക്കർമ്മമായി കൂലി കിട്ടാൻ വേണ്ടി സ്വീകരിക്കുകയില്ല. ആഖിറത്ത് എത്തുമ്പോ അവർ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ആൺ പെൺ വ്യത്യാസമൊന്നുമില്ലാതെ അള്ളാഹു കബൂലാക്കും അഅ്മാലു സ്വാലിഹാത്തുകൾ ചെയ്താൽ. പക്ഷേ മുഅ്മിൻ, അയാൾ വിശ്വാസിയാവണം. അവരാണ് സുഖലോക സ്വർഗത്തിലേക്ക് കടക്കുക. വിശ്വാസിയാണ് അയാൾ. സൽക്കർമ്മങ്ങൾ എമ്പാടും ചെയ്തിരുന്നു, വലിയ നേതാവായിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഒപ്പം എന്ത് വേണമെന്നറിയോ? വമൻ അറാദൽ ആഖിറത, ആഖിറത്തിലെ പുണ്യം കാംക്ഷിക്കണം. ആഖിറത്തിൽ സ്വർഗത്തിലെത്തണം എന്ന ഒരു വിചാരമുണ്ടാവണം, എന്ന ഒരു ആഗ്രഹം ഉണ്ടാവണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതായിരിക്കണം മനസ്സിലുണ്ടാവേണ്ടത്. ആ സ്വർഗം കിട്ടാൻ വേണ്ടി അധ്വാനിക്കുകയും വേണം. മുഅ്മിനായിക്കൊണ്ട്, സത്യവിശ്വാസിയായിക്കൊണ്ട് അങ്ങനെയാവണം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ആരായി മുഅ്മിൻ? മുഅ്മിൻ ആരാണ്? ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. അല്ലാഹുവിലും അല്ലാഹുവിന്റെ ദൂതരിലും വിശ്വസിക്കുന്ന ആളുകളാവണം. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ വിഷയത്തിൽ സങ്കടമുണ്ടെന്ന് കരുതിയിട്ട് എന്തെങ്കിലും പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഈ സങ്കടത്തെ വിശുദ്ധ ഖുർആൻ തിരുത്തി പറയുന്നുണ്ട്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ല യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസ്ഫാ. എന്താണ് നബിയേ ഇത്? അവർ സ്വർഗാവകാശികളായി മാറാത്തതിന്റെ പേരിൽ താങ്കൾ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. സൂറത്തുൽ ശുഅറയിൽ വീണ്ടും നേരത്തെ കേട്ടത് സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഇപ്പോൾ മടക്കി വെച്ചതാണ്. സൂറത്തുൽ ശുഅറയിൽ വീണ്ടും 3-ാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ കിതാബിൽ ഇങ്ങനെ തന്നെ പറഞ്ഞു. എന്നിട്ട് കുറച്ചുകൂടി സൂറത്ത് ഫാത്തിറിൽ എത്തുമ്പോ 35-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യത്തിലെത്തുമ്പോ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞു, അഫമൻ സുജ്ജിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസൻ. ചില ആളുകളുണ്ട്, കാര്യങ്ങൾ കുറെ ചെയ്യുന്നുണ്ടാവും, എന്നിട്ട് അതൊക്കെ ഹസനാണ്, നല്ലതാണെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുകയാണ്. അള്ളാഹു ചിലരെ നിർമാർഗത്തിലാക്കും, ചിലരെ ദുർമാർഗത്തിലാക്കും. അല്ലയോ പ്രവാചകരെ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ തന്നെ വല്ലാതെ ടെൻഷനായി, നിങ്ങൾ വല്ലാത്ത അപകടത്തിലേക്ക് പോകണ്ട.
അലൈഹിം ഹസറത്ത്, അവരുടെ കാര്യത്തിൽ സങ്കടപ്പെട്ട് നിങ്ങൾ നശിക്കാൻ പോകണ്ട. അവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകണമെങ്കിൽ ഹിദായത്തിന് വേണ്ടി ചോദിക്കണം, ഹിദായത്ത് ആഗ്രഹിക്കണം, ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് 17 തവണ അർത്ഥമറിഞ്ഞുകൊണ്ട് മരണം വരെ പ്രാർത്ഥിക്കണം, ഈ ഹിദായത്തിൽ തന്നെ മുമ്പോട്ട് പോവാൻ. അങ്ങനെയാണ് ഇന്നല്ലാഹ അലീമും ബിമാ യസ്നഊൻ. അവരൊക്കെ എവിടെയാണ്, അവരൊക്കെ എന്താണെന്നൊന്നും ചോദിച്ച് നിങ്ങളടങ്ങാറാവണ്ട. അല്ലാഹു അലീമുൻ, ഇന്നല്ലാഹ അലീമും ബിമാ യസ്നഊൻ. അവരെ കുറിച്ച്, അവരുടെ ചെയ്തികളെ കുറിച്ച്, അതിന്റെ പിന്നിലുള്ള ചേതോവികാരത്തെ കുറിച്ചൊക്കെ അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം എന്ന് സമാധാനിക്കുക നിങ്ങൾ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോടും നമ്മളോടും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എക്കാലത്തെയും പ്രശ്നമാണിത്. എന്റെ വാപ്പ സ്വർഗത്തിലുണ്ടാവണം, എന്റെ ഉമ്മ സ്വർഗത്തിലുണ്ടാവണം, എന്റെ സഹോദരങ്ങൾ സ്വർഗത്തിലുണ്ടാവണം, എന്റെ ഉറ്റവരും മുടയവരും ഒക്കെ സ്വർഗത്തിലുണ്ടാവണം, നമ്മളുടെയൊക്കെ ഇണകൾ, എന്റെ ഇണ സ്വർഗത്തിലുണ്ടാവണം, എന്റെ മക്കളും പേരമക്കളും സ്വർഗത്തിലുണ്ടാവണം എന്നത് എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ്, ആഗ്രഹമാണ്. ആ ആഗ്രഹം കൊണ്ട് മാത്രം അവർ സ്വർഗത്തിലെത്തില്ല എന്ന് അല്ലാഹുവിന്റെ കിതാബ് പറയുന്നു. പ്രിയമുള്ളവരെ, സ്വർഗം നമുക്കും നാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ലഭിക്കാൻ വേണ്ടിയുള്ള അധ്വാനങ്ങൾ ഉണ്ടാവണം. ആ അധ്വാനമാണ് നമ്മിൽ നിന്നില്ലാതെ പോകുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവരൊന്നും അവിടെയില്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെയില്ലെന്ന് ഇത്ര ലാഘവത്തോടു കൂടി പറയാനാവുന്നത്. നരകത്തെക്കുറിച്ചുള്ള ഗൗരവം അറിയാത്തവരാണ് കാരണവന്മാർ നരകത്തിലാണെങ്കിൽ എനിക്ക് ആ നരകത്തിൽ പോകുന്നതിൽ യാതൊരു സങ്കടവുമില്ലെന്ന് പറയുന്നത്, ഒരു പേടിയുമില്ലാതെ. കുറെ കൂടി ഗൗരവത്തിൽ മതത്തെ സമീപിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള ഒരു കലക്ഷനാണ് എടുക്കുന്നത്. നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ സഹോദരൻ്റെ ഉമ്മ വളരെ അത്യാസന്ന നിലയിൽ മെഡിക്കൽ കോളേജിലുണ്ട്. അവരുടെ അസുഖം മാറാൻ വേണ്ടി, ആ സഹോദരിയുടെ ഉമ്മയുടെ അസുഖം ശിഫയായി കിട്ടാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗം പൂർണ്ണമായി ശിഫയാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ മതത്തെക്കുറിച്ച് കൂടെ പഠിക്കുവാനും കൂടുതൽ പഠിക്കുവാനും അറിയുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസത്തെ ദൃഢീകരിക്കുവാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അതനുസരിച്ചുള്ള അമലുകൾ തൃപ്തിയോടെ ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തുണക്കുമാറാകട്ടെ. ശരിയേതെന്നും തെറ്റേതെന്നും വിവേചിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും ഉപയോഗപ്പെടുത്തുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വേണ്ടാത്ത വർത്തമാനങ്ങൾ, മതത്തിൻ്റെ പേരിൽ പറയുന്നവരെ അവഗണിക്കുവാനുള്ള തോന്നിച്ചയും അതിനുള്ള ഒരു കഴിവും പ്രാപ്തിയും കെൽപ്പുമൊക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മതത്തെ നന്നായി കാണുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ ജീവിച്ച് മരിക്കാനുള്ള ആഗ്രഹവും പ്രവർത്തനവും നമ്മിൽ നിന്നുണ്ടാവാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. നാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുഴുവൻ ആളുകളെയും നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. സ്വർഗം എന്ന ആഗ്രഹത്തിന്റെ തണലിൽ തന്നെ ജീവിക്കുന്ന നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് എത്താൻ പ്രാപ്തമായ എല്ലാ അമലുകളും ജീവിതത്തിൽ പുലർന്ന് അനുഷ്ഠിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. മാനസികമായി തീറ്റുന്ന ആളുകൾക്ക് അള്ളാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ കടം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അള്ളാഹു അതിൽ നിന്ന് മോചനം, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം നൽകി. നേരത്തെ മരണപ്പെട്ടു പോയവരെയും നമ്മയും അള്ളാഹു സ്വർഗ്ഗലോകത്ത് ഒന്നിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്